പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ജയിച്ചു. ഇലക്ഷന്റെ പ്രഖ്യാപിച്ച സമയം മുതൽ ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്ന് അതിൻ്റെ വിജയാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും മുഖത്ത് ഉണ്ടായിരുന്നത് വെറും ആഹ്ലാദം മാത്രം ആയിരുന്നില്ല. ഞാൻ കൃത്യമായിട്ട് കണ്ട ഒരുപാട് മുഖങ്ങളുണ്ട്. അതിൽ KSUക്കാരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, UDFന്റെ മുതിർന്ന പ്രവർത്തകരുണ്ട്, യുവാക്കളുണ്ട്. ഇതിലൊന്നും പെടാത്ത നിഷ്പക്ഷരായിട്ടുള്ള പത്തനാപുരത്തെ ജനങ്ങളുണ്ട്. ഇവരുടെ എല്ലാ മുഖത്ത് ഞാൻ ഇന്നലെ കണ്ടത് ആഹ്ലാദ പ്രകടനം മാത്രമായിരുന്നില്ല. അവരുടെ മുഖത്ത് കണ്ടത് അവരുടെ മനസ്സിൻ്റെ നെരിപ്പോടിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു പകയുടെ സാക്ഷാത്കാരം മാത്രമായിരുന്നു. ചിരിച്ച മുഖങ്ങളായിരുന്നു എന്നുണ്ടെങ്കിലും ആ മുഖങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാനുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വന്നത് ആ ആഹ്ലാദ പ്രകടനങ്ങളിൽ പത്തനാപുരത്ത് ഇന്നലെ ആടിത്തിമിർത്ത ആളുകളുടെ മുഖത്ത് നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയത് ഒരു കാര്യമാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്. ബാഹുബലി സിനിമയിൽ ആദ്യം മുതൽ പൾവാൽ ദേവനെ ചുട്ടരിക്കാൻ ഓരോ ചുള്ളിക്കമ്പും വാരിക്കൂട്ടി കൊണ്ടിട്ടിരുന്ന ദേവസേനയാണ് എനിക്ക് ഓർമ്മ വന്നത്. KB ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തെറ്റ് തിരുത്താനായിട്ട് പത്തനാപുരത്ത് ഇന്നലെ കൂടിയവരിൽ എല്ലാവരുടെയും മുഖത്ത് ഞാൻ കണ്ടത് ദേവസേനയുടെ മനസ്സിലുള്ള പ്രതികാരം പോലെ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ മനസ്സിലുള്ള പ്രതികാരത്തിന്റെ കനല് ഇന്നലെ അവർ ചുട്ടരിച്ചു. ആ കനലിൽ വെന്ത് ഇല്ലാതായി പോയത് KB ഗണേഷ് കുമാറിന്റെ 25 വർഷത്തെ രാഷ്ട്രീയ ജീവിതമാണ്. ഇന്നലെ വോട്ടെണ്ണി തുടങ്ങി 2 മണിക്കൂറിനകം പത്തനാപുരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങി കാറിൽ കയറി വീട്ടിലേക്ക് പോയ KB ഗണേഷ് കുമാറിന്റെ മുഖത്തുണ്ടായിരുന്നത് നിരാശയായിരുന്നില്ല, ഒരു ഭീതിയായിരുന്നു. എന്തിനോടുള്ള ഭീതിയായിരുന്നു? എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള ഭീതിയായിരുന്നു. കാരണം കഴിഞ്ഞ 25 കൊല്ലം KB ഗണേഷ് കുമാർ നാട്ടുപത്തനാപുരത്തെ കാട്ടുപത്തനാപുരമാക്കി എന്ന് പറഞ്ഞ് വീമ്പ് ഇളക്കി നടന്നതല്ലാതെ സാധാരണ ജനങ്ങളുടെ ഏതെങ്കിലും നീറുന്ന പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ KB ഗണേഷ് കുമാർ ഇറങ്ങി നിൽക്കും? എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു MLA ആയിരുന്നു എന്നുണ്ടെങ്കിൽ തോറ്റുപോയാൽ പോലും ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും, പൊതുജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും. പക്ഷേ KB ഗണേഷ് കുമാർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് ഒരു നാട്ടിൽ വരുന്ന വികസനം, സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ ഒരു നാട്ടിൽ വരുന്ന വികസനമല്ലാതെ KB ഗണേഷ് കുമാർ എഫേർട്ട് ഇട്ട് ചെയ്ത എന്തെങ്കിലും വികസനം പത്തനാപുരത്ത് കാണിക്കാനുണ്ടായിരുന്നോ? ഇല്ല. പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലെയും സർവ്വ സോഷ്യൽ മീഡിയയും വിലക്കെടുത്തുകൊണ്ട്, യൂട്യൂബർമാരെ വിലക്കെടുത്തുകൊണ്ട് KB ഗണേഷ് കുമാർ നടത്തിയ നാടകങ്ങൾ എല്ലാം പൊളിഞ്ഞു വീണു. PR വർക്കുകളെല്ലാം പൊളിഞ്ഞു വീണു. അവസാനത്തെ PR വർക്കായിരുന്നു വേടനെ കൊണ്ടുവന്നത്. വേടൻ തടിച്ചുകൂടിയപ്പോൾ 10,000 തടിച്ചുകൂടിയ പത്തനാപുരത്ത് നോക്കി ആളുകൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, CPMകാർ പറഞ്ഞു, കണ്ടോ വേടൻ വന്നു, KB ഗണേഷ് കുമാറിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചപ്പോൾ ഇവിടെ കൂടിയ ആളുകൾ മതി, ഇവിടെ കൂടിയ ആളുകളുടെ വോട്ട് മതി KB ഗണേഷ് കുമാർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ 25,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാനെന്ന്. അവിടെ കൂടിയവരാരും KB ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യാൻ വന്നവരല്ല, വേടന്റെ പാട്ട് കേൾക്കാൻ വന്നവരാ. അപ്പോൾ KB ഗണേഷ് കുമാർ തോറ്റു. 25 വർഷത്തെ പത്തനാപുരത്തിലെ നാട്ടുഭരണം, തമ്പുരാന്റെ നാട്ടുഭരണം അവസാനിപ്പിച്ചു. ജ്യോതികുമാർ ചാമക്കാല എന്നൊരു വ്യക്തി 5 വർഷം ഒരു മണ്ഡലത്തിൽ എത്രത്തോളം കഷ്ടപ്പെടാവോ അത്രത്തോളം കഷ്ടപ്പെട്ടു, എത്രത്തോളം എഫേർട്ട് ഇടാമോ അത്രത്തോളം എഫേർട്ട് ഇട്ടു. കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. മികച്ച സംഘാടകൻ, മികച്ച MLAയും ആകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. പത്തനാപുരത്തിലെ ജനങ്ങളുടെ പ്രതികാരം ഇന്നലെ അവര് ആടി തിമിർത്തു തീർത്തു എന്ന് തന്നെ പറയാം. എത്ര മണിക്കൂറായിരുന്നു? കിഴക്കേ തെരുവിൽ 3:30 മുതൽ ഒരു വെയിലത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ 5 മണിക്ക് ജ്യോതികുമാർ ചാമക്കാല എത്തിയപ്പോൾ തോളിലേറ്റി ജനങ്ങൾ കൊണ്ടുപോയത് അവരുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിലനിർത്താൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിയുമെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. KB ഗണേഷ് കുമാർ ജയിക്കുമെന്നും ജ്യോതികുമാർ ചാമക്കാല തോൽക്കുമെന്നും ജ്യോതികുമാർ ചാമക്കാലയെ അഞ്ചലിലേക്ക് കെട്ടിക്കെട്ടിക്കുമെന്ന് പറഞ്ഞവരുടെ ആരുടെയും പ്രൊഫൈലിൽ അനക്കം ഇല്ലായിരുന്നു. അവരെ ആരെയും ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, KB ഗണേഷ് കുമാറിന്റെ തോൽവിക്ക് കാരണം ജനങ്ങളോടുള്ള അവഗണന മാത്രമല്ല, KB ഗണേഷ് കുമാറിനോട് ചേർന്ന് നിന്ന ഒരു ഗുണ്ടാ പടയുടെ അക്രമം സഹിക്കാൻ വയ്യാതെ അതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കിട്ടിയ ഓരോ വോട്ടും. ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് MLA ആയിട്ട് ജയിച്ചപ്പോൾ ജ്യോതികുമാർ ചാമക്കാല മാത്രമല്ല ജയിച്ചത്. ജ്യോതികുമാർ ചാമക്കാലയോടൊപ്പം ജയിച്ചത് കേരളത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയും കൂടിയാണ്. ഉമ്മൻചാണ്ടിയും മാത്രമല്ല, ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദൻ കൂടിയാണ് അവിടെ ജയിച്ചത്. കാരണം എത്രത്തോളം ഉമ്മൻചാണ്ടിയെ അപമാനിച്ചോ അതുപോലെ തന്നെ അച്യുതാനന്ദനെ അപമാനിച്ച വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടിയെ ചതിച്ചവനാണ് എന്നുണ്ടെങ്കിൽ അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് വിളിച്ച അധിക്ഷേപിച്ചവനാണ് KB ഗണേഷ് കുമാർ. അപ്പോൾ KB ഗണേഷ് കുമാറിന്റെ തോൽവിയിൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കുടുംബം മാത്രമല്ല, അച്യുതാനന്ദന്റെ കുടുംബം മാത്രമല്ല, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലെ ഓരോ മനുഷ്യരും സന്തോഷിക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. വീമ്പിളക്കിയവർക്ക് മുമ്പിലും വെല്ലുവിളിച്ചവർക്ക് മുമ്പിലും ഭീഷണിയുടെ മുൻപിലും ഒന്നും പതറാതെ
ജ്യോതികുമാർ ചാമക്കാലയോട് ചേർന്ന് നിന്ന എല്ലാ UDF പ്രവർത്തകരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ തോറ്റു. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ ജ്യോതികുമാർ ചാമക്കാല തോൽപ്പിച്ചു.